വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 മാത്തമാറ്റിക്സ് ചാപ്റ്റർ 13 പ്രോബബിലിറ്റിയുടെ പാർട്ട് 4 ആണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അതോടൊപ്പം ഈ ചാനലിൽ നിന്ന് കൂടുതൽ വീഡിയോസ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ദയവായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓൺ പ്രോബബിലിറ്റി. പ്രോബബിലിറ്റിയിലെ മൾട്ടിപ്ലിക്കേഷൻ തിയറം ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. When we calculate probabilities involving one event and another event occurring, we multiply their probabilities. അതായത് നമ്മൾ പ്രോബബിലിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഇവന്റ് അതോടൊപ്പം തന്നെ മറ്റൊരു ഇവന്റും സംഭവിക്കുന്നു. സോ ഒരു ഇവന്റും അതോടൊപ്പം തന്നെ അതിനോടനുബന്ധിച്ച് മറ്റൊരു ഇവന്റും സംഭവിക്കുന്നു. സോ അങ്ങനെ വരുന്ന കേസസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ ഇവന്റ്സിന്റെ പ്രോബബിലിറ്റീസ് തമ്മിൽ എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും. സോ ഈ ഒരു തിയറത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓൺ പ്രോബബിലിറ്റീസ്. സോ ഇതിന്റെ കേസിൽ തന്നെ വരുന്നതാണ് ഡിപ്പെൻഡന്റ് ഇവന്റ്സും ഇൻഡിപെൻഡന്റ് ഇവന്റ്സും. സോ ഡിപ്പെൻഡന്റ് ഇവന്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇവന്റ് ഹാപ്പനിങ് ഇമ്പാക്ട്സ് ദ പ്രോബബിലിറ്റി ഓഫ് സെക്കൻഡ് ഇവന്റ്. ആദ്യം ഒരു ഇവന്റ് നടന്നു, ആ ഇവന്റ് അനുസരിച്ചിട്ടായിരിക്കും എന്ത് രണ്ടാമത്തെ ഇവന്റ് സംഭവിക്കുന്നത്. അതായത് രണ്ടാമത്തെ ഇവന്റ് ആദ്യത്തെ ഇവന്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. സോ അങ്ങനെയുള്ള ഇവന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിപ്പെൻഡന്റ് ഇവന്റ്സ്. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ് വൺ ഇൻഡിപെൻഡന്റ് ഇവന്റ്. The first event happening does not impact the probability of seconds. അതായത് ആദ്യത്തെ ഇവന്റ് ഹാപ്പൻ ചെയ്തതോ ഹാപ്പൻ ചെയ്യാതിരിക്കുന്നതോ ഒന്നും രണ്ടാമത്തെ ഇവന്റിനെ ബാധിക്കുന്നില്ല. അതായത് രണ്ടാമത്തെ ഇവന്റ് ഒക്കർ ചെയ്യുന്നത് ആദ്യത്തെ ഇവന്റിനോട് അനുബന്ധിച്ച് അല്ലെങ്കിൽ ആദ്യത്തെ ഇവന്റ് എങ്ങനെയാണെന്ന് അനുസരിച്ചിട്ടല്ല രണ്ടാമത്തെ ഇവന്റ് അവിടെ നടക്കുന്നത്. സോ ഇങ്ങനെയുള്ള ഇവന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്. സോ ഇൻഡിപെൻഡന്റ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഇവന്റ് ഇൻഡിപെൻഡന്റ് ആയിരിക്കും ഫസ്റ്റ് ഇവന്റുമായിട്ട്. ക്ലിയർ ആയല്ലോ? അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ തിയറം പ്രൂഫ് ഇങ്ങനെയാണ്. ലെറ്റ് ഇ ആൻഡ് എഫ് ടു ഇവന്റ്സ് അസോസിയേറ്റഡ് വിത്ത് സാമ്പിൾ സ്പേസ് എസ്. സാമ്പിൾ സ്പേസ് എസിലെ രണ്ട് ഇവന്റ്സ് ആണ് ഇയും എഫും. സോ ഇ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറയുന്നത് എന്താ? ബോത്ത് ഇവന്റ്സ് ഇ ആൻഡ് എഫ് ഒക്കേർഡ്. ദാറ്റ് മീൻ ഇ ആൻഡ് എഫ് ആർ സൈമുൾട്ടേനിയസ് ഇവന്റ്സ്. സോ ഇ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? ഇയും എഫും ഒക്കർ ചെയ്ത ഇവന്റ് ആണ്. അതല്ലെങ്കിൽ ഇയും എഫും നടന്നു കഴിഞ്ഞതാണ് അല്ലെ? ആ ഇവന്റ്സ് ഓൾറെഡി ഒക്കർ ചെയ്തതാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇത് സൈമുൾട്ടേനിയസ് ഇവന്റ്സ് ആണ്. അതായത് ഈ നടക്കുന്ന അതേ സമയത്ത് തന്നെ എഫും സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇയോടനുബന്ധിച്ച് തന്നെ എഫും സംഭവിക്കുന്നുണ്ട്. സോ അങ്ങനെയുള്ള ഇവന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൈമുൾട്ടേനിയസ് ഇവന്റ്സ് എന്ന് പറയുന്നത്. സോ നമുക്കറിയാം പി ഓഫ് ഇ ഗിവൺ എഫ്, കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഡിവൈഡഡ് ബൈ പി ഓഫ് എഫ് വേർ പി ഓഫ് എഫ് നോട്ട് ഈക്വൽ ടു 0. ഇതിൽ നിന്നും പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് നമുക്ക് എടുത്തെഴുതാലോ. പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഈക്വൽ ടു പി ഓഫ് എഫ് ഇൻറ്റു പി ഓഫ് ഇ ഗിവൺ എഫ്. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് കിട്ടി. അടുത്തത് പി ഓഫ് എഫ് ഗിവൺ ഇ ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. പി ഓഫ് എഫ് ഗിവൺ ഇ എന്ന് പറയുമ്പോൾ പി ഓഫ് എഫ് ഇന്റർസെക്ഷൻ ഇ ഡിവൈഡഡ് ബൈ പി ഓഫ് ഇ. സോ നമുക്കറിയാം എഫ് ഇന്റർസെക്ഷൻ ഇയും അതുപോലെ ഇ ഇന്റർസെക്ഷൻ എഫും സിമിലർ ആണ്. സോ നമുക്ക് വേണമെങ്കിൽ ഈ പി ഓഫ് എഫ് ഇന്റർസെക്ഷൻ ഇയെ തന്നെ പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഒന്നും എഴുതാലോ. ഇത് രണ്ടും സിമിലർ അല്ല. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്തിരിക്കുന്നത് പി ഓഫ് എഫ് ഇന്റർസെക്ഷൻ ഇക്ക് പകരം പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ് ഗിവൺ ഇ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനും കിട്ടി. സോ ഈ രണ്ടാമത്തെ ഇക്വേഷൻ്റെയും ഈ രണ്ട് സൈഡും ഈക്വൽ ആണ് അല്ലേ? എൽ എച്ച് എസ് ഈക്വൽ ആണ്. പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഈക്വൽ ടു അതുപോലെ പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഈക്വൽ ടു എന്നാണ് ഈ രണ്ട് ഇക്വേഷൻ്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത്. സോ നമുക്ക് രണ്ട് ഇക്വേഷനും ഇക്വേറ്റ് ചെയ്യാലോ, കമ്പൈൻ ചെയ്യാലോ. കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ലഭിക്കുന്നത്? പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഈക്വൽ ടു പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ് ഗിവൺ ഇ. അതുപോലെ തന്നെ ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് എഫ് ഇൻറ്റു പി ഓഫ് ഇ ഗിവൺ എഫ്. സോ പ്രൊവൈഡഡ് പി ഓഫ് ഇ നോട്ട് ഈക്വൽ ടു 0 ആൻഡ് പി ഓഫ് എഫ് നോട്ട് ഈക്വൽ ടു 0. ഇവിടെ പി ഓഫ് ഇയും പി ഓഫ് എഫും പ്രോബബിലിറ്റി ഓഫ് ഇവന്റ് ഇയും പ്രോബബിലിറ്റി ഓഫ് ഇവന്റ് എഫും 0 ആയിരിക്കുന്നില്ല, അല്ലെങ്കിൽ എപ്പോഴും ഒരു നമ്പർ ഉണ്ടായിരിക്കും അതിൽ. സോ ഈ അബോവ് റിസൾട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൾട്ടിപ്ലിക്കേഷൻ റൂൾ ഓഫ് പ്രോബബിലിറ്റി. സോ മൾട്ടിപ്ലിക്കേഷൻ റൂൾ എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത് മനസ്സിലായല്ലോ. അതായത് രണ്ട് ഇവന്റ് സൈമുൾട്ടേനിയസ് ആയിട്ട് ഒക്കർ ചെയ്യുന്ന ഇവന്റ് ആണ്. സോ ഈ ആദ്യത്തെ ഇവന്റ് മറ്റേതായിട്ടൊരു ചെറിയൊരു കണക്ഷൻ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. സോ അങ്ങനെയുള്ള കേസസിലാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ റൂള് അപ്ലൈ ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ ബോക്സ് കണ്ടെയ്ൻസ് 10 black and 5 white balls. 2 balls are drawn from the box one after another without replacement. So what is the probability that both drawn balls are black? So without replacement എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഒരു ബോക്സിൽ 10 ബ്ലാക്ക് ബോൾസും 5 വൈറ്റ് ബോൾസ് ആണുള്ളത്. സോ ഇവിടെ പറഞ്ഞിട്ടുണ്ട്
ടു ബോൾസ് ആർ ഡ്രോൺ ഫ്രം ദ ബോക്സ് വൺ ആഫ്റ്റർ അനദർ. ഒന്നിന് ശേഷം ഒന്നിന് പുറകെ ഒന്നായി 2 ബോൾസ് ആണ് നമ്മളോട് പിക്ക് ചെയ്യുന്നത് വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. അതായത് എന്താ, ഒരു ബോൾ പിക്ക് ചെയ്ത ശേഷം തിരിച്ച് നമ്മൾ ആ ബോക്സിലേക്ക് വെക്കുന്നില്ല. സോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. ബോത്ത് ബോൾസ് ആർ ബ്ലാക്ക്, അതായത് നമ്മൾ ബോത്ത് ഡ്രോൺ ബോൾസ് ആർ ബ്ലാക്ക്, നമ്മൾ ഡ്രോൺ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ആ ബോക്സിൽ നിന്ന് എടുക്കുന്ന 2 ബോൾസും ബ്ലാക്ക് ആവാനുള്ള പ്രോബബിലിറ്റി ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ ഇ എഫ് എന്ന് പറയുന്ന 2 ഇവന്റ്സ് ഉണ്ട്. സോ ഇ ആൻഡ് എഫ് ഇവന്റ് ഡിനോട്ട് respectively the events that first and second ball drawn are black. We have to find P of E intersection F or P of EF. സോ ഇവിടെ എങ്ങനെയാണ് വന്നിരിക്കുന്നത്, ഇ എഫ് എന്ന് പറയുന്ന ഇവന്റ് എന്ന് പറയുന്നത് എന്താ, ആദ്യത്തെയും രണ്ടാമത്തെയും ബ്ലാക്ക് ബോൾ ആവാനുള്ള പ്രോബബിലിറ്റി ആണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ നമുക്ക് ഇവിടെ കാണേണ്ടത് എന്താ, പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ്, രണ്ടും ബ്ലാക്ക് ബോൾ ആവാനുള്ള ഒരു പ്രോബബിലിറ്റി ആണ്. സോ നമുക്ക് നോക്കാം പി ഓഫ് ഇ. ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് പി ഓഫ് ഇ ആണ്. അതായത് ബ്ലാക്ക് ബോൾ ഫസ്റ്റ് ഡ്രോ, ആദ്യം എടുക്കുന്ന സമയത്ത് ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി. സോ നമുക്കറിയാം ആ ബോക്സിൽ 10 ബ്ലാക്ക് ബോൾസും 5 വൈറ്റ് ബോൾസും ആണ് ഉള്ളത്. സോ 10 ബ്ലാക്ക് ബോൾസിൽ നിന്നാണ് നമ്മൾ ഒരു ബ്ലാക്ക് ബോൾ പിക്ക് ചെയ്യുന്നത്. അപ്പോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി, ഒരു ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്, 10/15. മനസ്സിലായല്ലോ. ഇനി അടുത്തത് എന്താ നമ്മൾ കാണാൻ പോകുന്നത്, ഇനി അടുത്ത പ്രാവശ്യം എടുക്കുന്ന സമയത്ത് വീണ്ടും ഒരു ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് ചെക്ക് ചെയ്യുന്നത്. സോ നമുക്കറിയാം ഇവിടെ വിത്തൗട്ട് റീപ്ലേസ്മെന്റ് എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ ബ്ലാക്ക് ബോൾ നമ്മൾ എടുത്ത ബ്ലാക്ക് ബോൾ തിരിച്ചു വെക്കുന്നില്ല. സോ ഒരു ബ്ലാക്ക് ബോൾ പോയി കഴിഞ്ഞാൽ ആ ബോക്സിൽ റിമൈനിങ് എന്തായിരിക്കും ഉണ്ടാകുന്നത്, 9 ബ്ലാക്ക് ബോളും 5 വൈറ്റ് ബോൾസും. ക്ലിയർ ആയല്ലോ. 9 ബ്ലാക്ക് ബോൾസും 5 വൈറ്റ് ബോൾസ് ആണ് പിന്നീട് ആ ബോക്സിൽ ഉണ്ടാവുന്നത്. ഇനി അടുത്ത കേസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ ഒരു സെലക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ബോക്സിൽ നിന്നാണ് അടുത്തൊരു ബ്ലാക്ക് ബോൾ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ കാണുന്നത് പി ഓഫ് എഫ് ഗിവൺ ഇ, അതായത് പ്രോബബിലിറ്റി ഓഫ് എഫ് ആണ് നമ്മളിവിടെ കാണുന്നത്. അതായത് വീണ്ടും ഒരു ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി ഗിവൺ ദാറ്റ് ഇ എന്ന് പറയുന്നത് ഇവന്റ് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു, ഓൾറെഡി നമ്മൾ ബ്ലാക്ക് ബോൾ എടുത്തു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ എഫ് നടക്കാനുള്ള പ്രോബബിലിറ്റി ആണ് ഇവിടെ കാണുന്നത്. സോ നമുക്കറിയാം, നമുക്ക് വേറൊരു ഇക്വേഷന്റെ ആവശ്യമൊന്നും ഇല്ലാതെ തന്നെ ഡയറക്റ്റ്ലി നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. കാരണം 9 ബ്ലാക്ക് ബോൾസ് ആണ് ഉള്ളത്. അപ്പോൾ ടോട്ടൽ ആ ബോക്സിലുള്ള ബോൾസിന്റെ എണ്ണം ഇപ്പോൾ നേരത്തെ 15 ആയിരുന്നു, ഒരെണ്ണം പോയി കഴിഞ്ഞപ്പോൾ 14 ആയി. സോ പി ഓഫ് എഫ് ഗിവൺ ഇ ഈക്വൽ ടു 9/14. പിന്നീട് നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ റൂൾ അനുസരിച്ച് പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറയുന്നത് പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ് ഗിവൺ ഇ ആണ്. സോ പി ഓഫ് ഇയുടെ വാല്യൂ ആണ് 10/15 ഇൻറ്റു പി ഓഫ് എഫ് ഗിവൺ ഇയുടെ വാല്യൂ 9/14. സോ നമുക്ക് ആൻസർ എന്ത് കിട്ടുന്നു, 3/7. സോ ക്ലിയർ ആയോ. സോ ഇങ്ങനെ വരുന്ന കേസസിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കേണ്ടത് വിത്തൗട്ട് റീപ്ലേസ്മെന്റ് എന്ന വാക്കുണ്ടോ. സോ വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണെങ്കിൽ നമുക്ക് ആ ലോജിക്ക് ഉപയോഗിച്ച് മനസ്സിലാക്കി പ്രോബ്ലം ചെയ്യാം അല്ലേ. ആദ്യത്തെ പ്രാവശ്യം 15 ബോൾ ഉണ്ടായിരുന്നു, ഒരെണ്ണം എടുത്തു കഴിഞ്ഞപ്പോൾ 15 എന്നുള്ളത് 14 ആയി. സോ ആദ്യം നമ്മൾ സെലക്ട് ചെയ്തത് 10 ബ്ലാക്ക് ബോളിൽ നിന്നാണ് ഒരു ബ്ലാക്ക് ബോൾ സെലക്ട് ചെയ്തത്, ഒരെണ്ണം എടുത്തു കഴിഞ്ഞപ്പോൾ 9 ബ്ലാക്ക് ബോളിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ചോദ്യം എന്താണെന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ചെയ്യാം. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത മൾട്ടിപ്ലിക്കേഷൻ റൂൾ ആണ്. 2 ഇവന്റ്സ് മാത്രമാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത്. ഈ 2 ഇവന്റ്സ് മാത്രമല്ല, 3 ഇവന്റ്സ് വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം. മോർ ദാൻ 2 ഇവന്റ്സും മൾട്ടിപ്ലിക്കേഷൻ റൂൾ ഓഫ് പ്രോബബിലിറ്റി ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇ എഫ് ജി, അതായത് 3 ഇവന്റ്സ് ആണ് നമുക്കുള്ളത്. സോ 3 ഇവന്റ്സ് ഓഫ് എ സാമ്പിൾ സ്പേസ്. സോ ഇങ്ങനെ 3 ഇവന്റ്സ് വരുന്ന കേസിൽ മൾട്ടിപ്ലിക്കേഷൻ റൂൾ എങ്ങനെയാണെന്ന്, അതായത് പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഇന്റർസെക്ഷൻ ജി ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കറിയാം നേരത്തെ പോലെ പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഇന്റർസെക്ഷൻ ജി എന്ന് പറയുമ്പോൾ പി ഓഫ് ഇ പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ഇവന്റ് മൾട്ടിപ്ലൈഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് സെക്കൻഡ് ഇവന്റ്, അതായത് പ്രോബബിലിറ്റി ഓഫ് സെക്കൻഡ് ഇവന്റ് ഗിവൺ ദാറ്റ് ഫസ്റ്റ് ഇവന്റ് ഈസ് ഓൾറെഡി ഹാപ്പൻ. അങ്ങനെയാണ് ഇത് വരുന്നത്. അതായത് രണ്ടാമത്തെ ഇവന്റ് പ്രോബബിലിറ്റി ആദ്യത്തെ ഇവന്റ് സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മളത് എങ്ങനെ എഴുതുന്നത്, പി ഓഫ് എഫ് ഗിവൺ ഇ. മൂന്നാമത്തത് എങ്ങനെയാണ് വരുന്നത്, മൂന്നാമത്തെ ഇവന്റ് എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ ഇവന്റിന്റെ പ്രോബബിലിറ്റി ആദ്യത്തെ 2 ഇവന്റ് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇക്വേഷൻ വരുന്നത് എങ്ങനെയാണ്, പി ഓഫ് ഇ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ഇവന്റ് ഇൻറ്റു പി ഓഫ് എഫ് ഗിവൺ ഇ ഇൻറ്റു പി ഓഫ് ജി ഗിവൺ ഇ ഇന്റർസെക്ഷൻ എഫ്. ഇതെങ്ങനെ വന്നത് മനസ്സിലായോ, മനസ്സിലാക്കി പഠിച്ചാൽ മതി പ്രോബ്ലം. അതായത് ഫസ്റ്റ് ഇവന്റിന്റെ പ്രോബബിലിറ്റി മൾട്ടിപ്ലൈഡ് ബൈ സെക്കൻഡ് നമ്മൾ എഴുതുന്നത് എന്താ, കണ്ടീഷൻ ഓഫ് പ്രോബബിലിറ്റി ആണ്. അതായത് ആദ്യത്തെ ഇവന്റ് സംഭവിച്ചു കഴിഞ്ഞു, ഇ എന്ന് പറയുന്ന ഇവന്റ് സംഭവിച്ചു, പി ഓഫ് എഫ് ഗിവൺ ഇ, ദെൻ അതായത് ഇ എന്ന് പറയുന്നത് സംഭവിച്ചു, അങ്ങനെയെങ്കിൽ എഫിന്റെ പ്രോബബിലിറ്റി. മൂന്നാമത്തെ വരുമ്പോൾ എന്താ പറയുന്നത്, ജി എന്ന് പറയുന്ന ഇവന്റിനെ സംബന്ധിച്ച് ഈ ആദ്യത്തെ 2 ഇവന്റും സംഭവിച്ചു കഴിഞ്ഞു, ഇ ഇന്റർസെക്ഷൻ എഫും സംഭവിച്ചു കഴിഞ്ഞു,
അങ്ങനെയെങ്കിൽ ജിയുടെ പ്രോബബിലിറ്റിയാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇക്വേഷനിൽ പി ഓഫ് ജി ഗിവൺ ഇ ഇൻ്റർസെക്ഷൻ എഫ്. ക്ലിയർ ആയല്ലോ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ് ഗിവൺ ഇ ഇൻറ്റു പി ഓഫ് ജി ഗിവൺ ഇ എഫ്. സോ ഇതുപോലെ എത്ര ഇവൻറ്റ്സ് തന്നാലും ഇതുപോലെ ഇക്വേഷൻ എഴുതി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ 3 ഇവൻറ്റ്സിൻ്റെയാണ്. ഇപ്പോൾ 4, 5, 6 ആയാലും നമുക്ക് മനസ്സിലാക്കി ഓരോന്നും ചെയ്ത് ഇക്വേഷൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇനി ജിക്ക് പകരം ജി കഴിഞ്ഞിട്ട് ഒരു ലെറ്ററും കൂടി ഉണ്ടെങ്കിലോ അടുത്ത കേസിൽ എന്തായിരിക്കും വരുന്നത്? ആ ലെറ്റർ ഗിവൺ ബൈ ജി ഇൻ്റർസെക്ഷൻ ഇ ഇൻ്റർസെക്ഷൻ എഫ് എന്നായിരിക്കും അടുത്തത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത്. ക്ലിയർ ആയല്ലോ? സോ ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിൻ്റെ. 3 cards are drawn successively without replacement from a pack of 52 well shuffled cards. What is the probability that the first 2 cards are kings and the third card drawn is an ace? അതായത് 3 കാർഡ് നമ്മൾ ഡ്രോൺ ചെയ്യണം വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണ്. നമുക്ക് ആകെ 52 കാർഡ്സ് ആണുള്ളത്. അത് നന്നായിട്ട് ഷഫിൾ ചെയ്ത കാർഡിൽ നിന്ന് 3 കാർഡാണ് നമ്മൾ എടുക്കുന്നത്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഫസ്റ്റ് 2 കാർഡ്സ് ആർ കിങ്. നമ്മൾ ആദ്യം എടുക്കുന്ന 2 കാർഡ് കിങ്സ് ആണെങ്കിൽ മൂന്നാമത്തെ കാർഡ് ഈസ് ആവാനുള്ള പ്രോബബിലിറ്റി. സോ നമുക്കറിയാം ഈ കാർഡിൻ്റെ കേസിൽ 52 കാർഡാണ് മൊത്തം ഉള്ളത്. സോ ഈ 52 കാർഡിൽ തന്നെ 4 കിങ്സ് ആണുള്ളത്, അതുപോലെ 4 ഏസ് ആണുള്ളത്. സോ പ്രോബബിലിറ്റീസ് എഴുതുന്ന സമയത്ത് കെ എന്ന് പറയുന്ന പ്രോബബിലിറ്റി അല്ലെങ്കിൽ കെ എന്ന് പറയുന്ന ഇവന്റ് ഈക്വൽ ടു കാർഡ് ഡ്രോൺ ഈസ് കിങ്. നമ്മൾ ഡ്രോൺ ചെയ്യുന്ന കാർഡ് കിങ് ആവാനുള്ള ഇവന്റ് പ്രോബബിലിറ്റിയാണ് കെ എന്ന് പറയുന്ന ഇവന്റ്. എ എന്ന് പറയുന്ന ഇവന്റ് കാർഡ് ഡ്രോൺ ഈസ് ഏസ്. നമ്മൾ ഡ്രോൺ ചെയ്യുന്ന കാർഡ് ഏസ് ആവാനുള്ള പ്രോബബിലിറ്റിയാണ് എ എന്ന് പറയുന്ന ഇവന്റ്. സോ നമുക്ക് കാണേണ്ടത് എന്താ? പി ഓഫ് കെ കെ എ. പി ഓഫ് കെ കെ എ എങ്ങനെ വന്നു എന്ന് മനസ്സിലായോ? അതായത് കിങ് ആദ്യം എടുത്തു, വീണ്ടും കിങ് എടുത്തു, അങ്ങനെയെങ്കിൽ ഏസ് വരാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് വി ഹാവ് ടു ഫൈൻഡ് പി ഓഫ് കെ കെ എ. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? നേരത്തെ പ്രോബ്ലത്തിൽ കണ്ടതുപോലെ തന്നെ ആദ്യം പി ഓഫ് കെ കണ്ടു. അതായത് ഫസ്റ്റ് ഒരു കിങ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. ഫസ്റ്റ് കിങ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 4 ഡിവൈഡഡ് ബൈ 52. സോ ആകെ 4 കിങ്ങേ ഉള്ളൂ. ടോട്ടൽ കാർഡ് എന്ന് പറയുന്നത് 52 ആണ്. സോ 4 ഡിവൈഡഡ് ബൈ 52. ഇനി അടുത്തത് വീണ്ടും ഒരു കിങ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ അതായത് പി ഓഫ് കെ ഗിവൺ കെ. പ്രോബബിലിറ്റി ഓഫ് സെക്കൻഡ് കിങ് വിത്ത് ദ കണ്ടീഷൻ ദാറ്റ് 1 കിങ് ഹാസ് ഓൾറെഡി ബീൻ ഡ്രോൺ. അതായത് രണ്ടാമത് ഒരു കിങ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ ഓൾറെഡി ഒരു കിങ് എടുത്തു കഴിഞ്ഞു എങ്കിൽ രണ്ടാമത് വീണ്ടും ഒരു കിങ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. ഇപ്പോൾ വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നേരത്തെ 52 കാർഡായിരുന്നു ഉണ്ടായിരുന്നത്. സോ റീപ്ലേസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ എന്താ വരുന്നത്? 52 - 1. ഇപ്പോൾ 51 കാർഡേ ഉള്ളൂ. സോ ഈ 51 കാർഡിൽ നിന്നാണ് വീണ്ടും ഒരു കിങ്ങിനെ എടുക്കുന്നത്. സോ നമുക്കറിയാം 4 കിങ്സ് ആണുള്ളത്. അതിൽ ഓൾറെഡി ഒരു കിങ്സിന് പോയി കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ബാക്കിയുള്ളത് എത്രയാണ്? 3 ആണ്. സോ പി ഓഫ് കെ ഗിവൺ കെ എന്ന് പറയുന്നത് 3 ഡിവൈഡഡ് ബൈ 51. അതായത് ഓൾറെഡി ഒരു കിങ് എടുത്തു, അങ്ങനെയെങ്കിൽ വീണ്ടും ഒരു കിങ് കൂടി കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 3/51. സോ നമ്മൾ ആദ്യത്തെ 2 പ്രോബബിലിറ്റിയും കണ്ടു. മൂന്നാമത് എന്താ ചോദിച്ചിരിക്കുന്നത്? 2 കിങ്സ് കഴിഞ്ഞാൽ വീണ്ടും ഒരു ഏസ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. ദാറ്റ് ഈസ് നമുക്കറിയാം ഏസ് ടോട്ടൽ എത്ര എണ്ണം ഉള്ളത്? 4 ഏസസ് ആണുള്ളത്. സോ ഓൾറെഡി 2 കാർഡ് പോയി കഴിഞ്ഞു. സോ 52 - 2 ചെയ്യുമ്പോൾ ഇനിയുള്ളത് 50 കാർഡാണ്. സോ ആ 50ൽ നിന്നാണ് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഏസിനെ സെലക്ട് ചെയ്യുന്നത്. സോ 4 ഡിവൈഡ് ബൈ 50 ആണ് പി ഓഫ് എ ഗിവൺ കെ കെ എന്ന് പറയുന്ന പ്രോബബിലിറ്റിയിൽ വരുന്നത്. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ റൂൾ അനുസരിച്ച് നമ്മൾ ആൻസർ കാണുന്നു. പി ഓഫ് കെ കെ ഈക്വൽ ടു പി ഓഫ് കെ ഇൻറ്റു പി ഓഫ് കെ ഗിവൺ കെ ഇൻറ്റു പി ഓഫ് എ ഗിവൺ കെ കെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ 52 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 51 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 50 ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ 5525. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. താങ്ക്